വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാലോ, ചിങ്ങം 1. നമുക്ക് രാവിലെ ഞാൻ എണീച്ച് കുളിച്ച് വിളക്കെത്തിക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ കാണിക്കുന്ന പൂവിൻ്റെ പേരറിയാമോ? ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയുന്ന പേര് മുക്കുറ്റി എന്നാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ, ഓരോരുത്തരും ഓരോ പേരായിരിക്കുമല്ലോ. ഇന്ന് വിളക്കെത്തിക്കുന്നത് തന്നെ കുറച്ചധികം ടൈം എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം നമ്മളിന്ന് ഞാനൊരു സാധാരണ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഒരുപാട് യൂട്യൂബ് വീഡിയോസിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. പൂജാമുറിയിൽ നമ്മൾ കല്ലുപ്പ് വയ്ക്കുന്നത് നമ്മുടെ നെഗറ്റീവ് എനർജി മാറ്റും, നമ്മുടെ വീടിൻ്റെയൊക്കെ നെഗറ്റീവ് എനർജി മാറ്റും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ബൗളാണ് ഇടാനുള്ളത്. എൻ്റെ ഗ്ലാസ് ബൗൾ പുതുതായിട്ടില്ലായിരുന്നത് കൊണ്ട് ഞാനൊരു പുതിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ് എടുത്തിട്ട് അതിനകത്ത് യൂട്യൂബിൽ തന്നെ കാണിച്ചൊരിതാണ് ഗ്രാമ്പൂ ഇല്ലേ, ഗ്രാമ്പൂ നമ്മൾ ഫുള്ളായിട്ട് അതിനകത്ത് നമ്മൾ ഒരു 7 ഗ്രാമ്പൂ അതിനകത്ത് വയ്ക്കണം. ഇത് നെഗറ്റീവ് എനർജി കളയും എന്ന് പറയുന്നു. ഓരോരുത്തരുടെ ഓരോ വിശ്വാസമല്ലേ അത്. ഇത് കണ്ടപ്പോൾ എനിക്കും അങ്ങനെ വയ്ക്കണമെന്ന് തോന്നി. എൻ്റെ പൂജാമുറിയിലും വയ്ക്കാൻ തോന്നി. നെഗറ്റീവ് എനർജിയൊക്കെ പോട്ടെ, സർവൈശ്വര്യം ഉണ്ടാവട്ടെ, സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. നാരങ്ങയിൽ മഞ്ഞളൊഴി ഇതെൻ്റെ ഒരു ഫ്രണ്ട് വെച്ച് കണ്ടിട്ടുള്ളതാണ്. ഞാൻ പുള്ളിക്കാരത്തി തമിഴ് ആളാണ്, അപ്പോൾ അവൾ വെച്ച് കണ്ടിട്ടുള്ളതാണ്. നാരങ്ങയിൽ മഞ്ഞപ്പൊടിയും കുങ്കുമവും വെച്ച് ദൈവത്തിന് മുമ്പേ വയ്ക്കുന്നതൊക്കെ അവർ പടിപ്പുരയിലാണ് വയ്ക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല, ഞാൻ വിളക്കിന് മുമ്പേ വച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ വിളക്ക് കത്തിക്കുന്നുണ്ട്. ഫസ്റ്റ് നല്ല സന്തോഷത്തോടെ ഞാൻ വിളക്കത്തിച്ച് ഈ വർഷം എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ വിളക്ക് കത്തിച്ച് ചന്ദനത്തിരി കത്തിച്ച് എൻ്റെ പ്രയറാണ്, പ്രാർത്ഥനയാണ്. ഇതൊക്കെ കണ്ടാൽ വിചാരിക്കും ഞാൻ ഡെയിലി വിളക്കത്തിക്കുന്ന ഒരാളാണെന്ന്. സീരിയസ്ലി ഞാൻ ഡെയിലി വിളക്കത്തിക്കുന്ന ഒരാളല്ല. കാരണം ഡെയിലി കത്തിക്കാൻ പറ്റാറില്ല. മക്കൾ 2 പെൺകുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഒന്നേ പീരീഡ്സ് ആവും, അല്ലെങ്കിൽ എനിക്ക് പീരീഡ്സ് ആയിരിക്കും. നമുക്ക് ഏകദേശം ഒരുമിച്ചായതുകൊണ്ട് കുറച്ച് ദിവസം നമുക്കങ്ങനെ കത്തിക്കാനൊന്നും പറ്റാറില്ല. അടുത്തത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇഡ്ഡലി സാമ്പാർ എന്ന് വെച്ചാൽ എൻ്റെ മൂത്തവൾക്ക് നല്ല ഒരു ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കി അവൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കൊടുത്തുള്ള ഹാപ്പിയാണ്. അങ്ങനെ തന്നെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ മാവൊക്കെ കലക്കി വെച്ചിട്ട്, ഈ തട്ടിൽ എന്തിനാണ് ഞാൻ എണ്ണ തേക്കുന്നതെന്ന് നിങ്ങൾക്ക് മിക്ക ആളുകൾക്കും അറിയാം, എന്നാലും ഞാൻ പറയാം. നമുക്ക് ഈ ഇഡ്ഡലി വീഴ്ത്തി കഴിഞ്ഞിട്ട് അത് കുറച്ചും കൂടെ നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് ഇളകി വരാൻ സഹായിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ തട്ടിൽ പിടിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്കത് എടുത്ത് വയ്ക്കാൻ. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടെ തളിച്ചെടുക്കണമെങ്കിൽ അതിലും ഇതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഞാനിപ്പം പറക്കി വയ്ക്കുന്നതൊക്കെ വെജിറ്റബിൾസാണ് ഗെയ്സ്. ഇന്ന് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് എല്ലാ വെജിറ്റബിൾസൊന്നും എൻ്റെ കയ്യിലില്ല. തട്ടിക്കൂട്ടി സാമ്പാറാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. കാരണം നമ്മളെല്ലാ വെജിറ്റബിൾസ് ഇട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഞാൻ എപ്പോഴും അങ്ങനെയാണ്. ഇനി എല്ലാ വെജിറ്റബിൾസ് ഇട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ഒരുപാട് ബെറ്ററാണ് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ടാക്കുന്ന സാമ്പാർ. ആ സാമ്പാർ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാർ വെറുതെ കോരി വെച്ച് കുടിക്കുന്ന ഒരു കൊച്ചാണ്. അതുകൊണ്ട് ഞാൻ സാമ്പാർ കുറച്ചധികം ഉണ്ടാക്കും. കാരണം ഉച്ചയ്ക്കും കൂടെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇഡ്ഡലി സാമ്പാർ, ചോറ് സാമ്പാർ, അപ്പോൾ ഈസി ആയല്ലോ. ഇനി ഏതെങ്കിലും 2 കറി വെച്ചാൽ ഇന്നത്തെ കാര്യം കുശാൽ. ഞാനിപ്പം സാമ്പാറിനുള്ള കഷ്ണങ്ങൾ വെട്ടിക്കൂട്ടുകയാണ് ഗെയ്സ്. അപ്പോഴാണ് ഞാൻ എപ്പോഴും സാമ്പാർ ഉണ്ടാക്കുന്ന ടൈമിന്, അല്ലെങ്കിൽ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കുന്ന ടൈമിന് ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്നത് എൻ്റെ പൊന്നാരമ്മയാണ്. എൻ്റെ അമ്മയെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറും ഇഡ്ഡലി ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. അവരുടെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഫുഡ് അവരുടെ കൈകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ചില സമയം ഞാനത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാനും അമ്മയും കുറച്ച് ലോങ് ഡിസ്റ്റൻസിലാണ് താമസം. അപ്പം നമുക്ക് മിസ് ചെയ്യാറുണ്ട്. പിന്നെ അമ്മ വയ്ക്കുന്ന സാമ്പാറിൽ ഇപ്പം ഞാനൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ സാമ്പാർ പൗഡറൊക്കെ വാങ്ങിയിട്ടാണ് വയ്ക്കുന്നത്. അമ്മ അങ്ങനെയൊന്നുമില്ല കേട്ടോ. സാധാരണ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ അതിന് വേണ്ട കൂട്ടുകളൊക്കെ അമ്മയ്ക്കറിയാം. അമ്മ അത് അങ്ങനെയുള്ള എല്ലാ ഇതും മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് പുതുതായിട്ട് നമ്മൾ ഇപ്പം ചെയ്യുന്ന നമ്മുടെ ന്യൂ ജനറേഷൻ ചെയ്യുന്ന പോലെ മിക്സ് ചെയ്ത പൊടികളൊന്നും വാങ്ങി ചെയ്യാറേ ഇല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ആ സാമ്പാറിന് എന്തോ ഒരു പ്രത്യേകതയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്ക് ആ സാമ്പാർ അങ്ങനെ അതേപോലെ ഉണ്ടാക്കാനേ പറ്റിയിട്ടേ ഇല്ല. എന്നാലും എൻ്റെ മക്കൾക്ക് ഞാനുണ്ടാക്കുന്ന സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെ പൊടികളെല്ലാം മിക്സാക്കിയിട്ടുണ്ട്. മിക്സാക്കി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മളത് ഗ്യാസിലോട്ട് വയ്ക്കുകയാണ്. ഗ്യാസിലോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഇപ്പം കുക്കർ വയ്ക്കുമ്പോൾ എനിക്ക് നല്ല പേടിയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യൂട്യൂബിൽ ഞാനൊരു വീഡിയോസ് കണ്ടു, ഒരു കുട്ടിയുടെ അതിൻ്റെ കുക്കർ എന്തോ പൊട്ടിത്തെറിച്ചിട്ട് മുഖമൊക്കെ പൊള്ളി. അത് കാണുമ്പോൾ തന്നെ സത്യം അതിന് എത്രയും പെട്ടെന്ന് അത് ഭേദമാവട്ടെ, ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. കാരണം അതിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് കയ്യിൽ പൊള്ളുമ്പോൾ തന്നെ എന്തൊരു പെയിനാണ്. അപ്പോൾ അതിൻ്റെ മുഖവും എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. അതിന് ശേഷം എനിക്ക് കുക്കർ എടുക്കുമ്പോൾ നല്ല പേടിയുണ്ട്. ഞാൻ കുക്കറിൻ്റെ ഞാൻ പൈപ്പിൻ്റെ മുമ്പേ കൊണ്ടുപോയി അത് തുറക്കാൻ ടൈം കുറച്ച് നേരം വെള്ളമൊക്കെ വീത്തി വെച്ചതിന് ശേഷം തുറക്കും. മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നല്ല പേടിയുണ്ട്. പിന്നെ കുക്കർ കുട്ടിയിലെടുത്ത് അടുക്കാനും ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ പറയുന്നത് കുക്കർ വേവിക്കുന്ന ഒന്നും നിങ്ങൾ വയ്ക്കണ്ട. അവർ കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. എൻ്റെ മൂത്താൾ നല്ല കുക്ക് ചെയ്യും. ഞാനിപ്പോൾ അങ്ങനെ പറയാറുണ്ട്, അവർ ചെയ്യണ്ടെന്ന്. നമുക്കൊരു അനുഭവം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനാണല്ലോ. അടുത്തത് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. എനിക്കും എൻ്റെ മൂത്തവളും മാത്രമേ, ഞങ്ങൾ 4 പേരിൽ നമ്മൾ 2 പേരും മാത്രമേ ചായ കുടിക്കാറുള്ളൂ. അപ്പം ചായ കുടിക്കുമ്പോൾ നമുക്ക് 2 പേർക്കും ഇഞ്ചി ചായ ഭയങ്കര ഇഷ്ടമാണ്. കൊറോണയ്ക്ക് ശേഷം കേട്ടോ ഇഞ്ചി ചായയൊക്കെ കുടിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് ഇഞ്ചി ചായ എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നോർമൽ ചായയാണ് നമ്മൾ കുടിക്കാറ്. അങ്ങനെ ഞാൻ ഇഞ്ചിയും ഏലക്കായും ഇട്ട് തേയിലയും ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് തിളച്ച് കുറച്ചധികം തിളയ്ക്കണം. അപ്പോൾ ആ ഇഞ്ചിയുടെയും ഏലക്കയുടെയൊക്കെ സത്ത് അതിനകത്ത് ഇറങ്ങുള്ളൂ. അപ്പോൾ ആ ഒരു മണം ഭയങ്കര ഇതാണ്. ചായ ഞാൻ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഉഴുന്നുപൊടിയാണ് ഞാൻ ഈ ടിന്നിലോട്ട് മാറ്റിയത്. ചായയും മാറ്റി ഗ്ലാസ്സിലൊക്കെ വീത്തി. അടുത്തത് നമ്മൾ പോകുന്നത് എന്തിനാണ്, കുക്കർ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഞാൻ പൈപ്പിൻ്റെ മൂട്ടിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും അത് ഞാൻ വീഡിയോയിലെടുക്കാൻ മറന്നുപോയി. നമ്മൾ പിന്നെ അടുത്തത് സാമ്പാർ കടുവറുക്കുക എന്ന ടാസ്കിലോട്ട് കടന്നിരിക്കുകയാണ്. വെളിച്ചെണ്ണ വീതം നെഞ്ചിനകത്തൊരു പിടപെടപ്പുണ്ടെങ്കിൽ പോലും കടുവറുക്കാതെ സാമ്പാർ കൊള്ളത്തില്ല. അതുകൊണ്ട് ഞാൻ സാമ്പാർ കടുവറുക്കാൻ തീരുമാനിച്ചു. ഉള്ളിയൊക്കെ ഇട്ട് ആ സമയത്താണ് ഞാൻ കുക്കറും കൊണ്ട് പൈപ്പിൻ്റെ മൂട്ടി പോയത്. കാരണം എൻ്റെ ഉള്ളി കുറച്ച് കരിഞ്ഞിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ അതങ്ങ് സഹിക്കും. ഇനി എനിക്ക് എണ്ണ വീത്താനും വയ്യ, കടുവറുക്കാനുള്ള മടി കാരണം ഞാൻ അത് തന്നെ വീത്തുകയാണ്. ഒരു ഓവറായിട്ടൊന്നും ആയില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. കാണുമ്പോൾ അറിയാലോ. സാമ്പാറൊക്കെ സെറ്റായി. ഇനി അടുത്തത് ഉപ്പ് നോക്കൽ ചടങ്ങാണ്. എൻ്റെ മൂത്ത ആൾ വന്നിട്ടുണ്ട് ഉപ്പ് നോക്കാൻ. ഉപ്പ് നോക്കിയിട്ട് പറഞ്ഞു, അമ്മ കുറച്ചുകൂടി ഉപ്പ് വേണം. ഞാൻ ഉപ്പിട്ട് വീണ്ടും ഇളക്കി പാത്രത്തിലോട്ട് സെർവ് ചെയ്തു. ഇനി നമ്മൾ കഴിക്കാൻ പോകും. അങ്ങനെ പ്ലേറ്റ് എടുത്തപ്പോൾ തന്നെ മോള് പറഞ്ഞു അവൾക്ക് സാമ്പാർ വീത്തണ്ട, കാരണം അവൾക്ക് സാമ്പാറിൻ്റെ കഷ്ണം ഇഷ്ടമല്ലാത്തത് കാരണം സ്വന്തമായിട്ട് ഊറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളത് നല്ല എൻജോയ് ചെയ്ത് സാമ്പാറും ഇഡലിയും കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗെയ്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ ദ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.